കഴിഞ്ഞ ദിവസം സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൽ നിന്ന് താഴെ പലവിധ കമൻറ്റുകൾ വന്നിരുന്നു. സാദിഖ് അലി തങ്ങളും സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു അത്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ചില കാര്യങ്ങളെ പറ്റിയാണ് അന്ന് പറഞ്ഞത്. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം കുണിയയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ കുണിയയിൽ കേരളത്തിലെ ഏറ്റവും വലിയ സമ്മേളനം എന്നാണ് സംഘാടകർ അതിനെ വിശേഷിപ്പിക്കുന്നത്. ജനലക്ഷങ്ങൾ നാളെ സമാപന സംഗമത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുക്കം ഉമർ ഫൈസി നടത്തിയ ചില പരാമർശങ്ങൾ പിന്നീട് വിവാദമായി. അതിന് അദ്ദേഹം വിശദീകരണം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും എന്താണ് മുക്കം ഉമർ ഫൈസി പറഞ്ഞ ചില കാര്യങ്ങൾ? അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവായ സാദിഖ് അലി തങ്ങളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സാദിഖ് അലി തങ്ങളും ഈ മുക്കം ഉമർ ഫൈസിയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും അവർ തമ്മിൽ അനൈക്യത്തിലാണെന്നും സാദിഖ് അലി തങ്ങളെ അപമാനിക്കാനാണ് മുക്കം ഉമർ ഫൈസി ശ്രമിക്കുന്നതെന്നുമാണ് മുസ്ലിം ലീഗിൻ്റെ ആരോപണം എന്നുള്ളത്. എന്നാൽ മുക്കം ഉമർ ഫൈസി ഈ ഒരു സ്വാഗത പ്രസംഗം അവിടെ നടത്തുകയുണ്ടായി. ആ സ്വാഗത പ്രസംഗത്തിൽ മുക്കം ഉമർ ഫൈസി ഒരു പരാമർശം നടത്തി. മുസ്ലിമായ ഒരാൾക്ക് സഖാവാകാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമായിരുന്നു മുക്കം ഉമർ ഫൈസിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് പിന്നീട് മാധ്യമങ്ങൾ ഏറ്റെടുത്തു, ചാനലുകൾ ഏറ്റെടുത്തു, വലിയ രീതിയിലുള്ള പ്രചരണങ്ങളുണ്ടായി. CPM-ൻ്റെ ജാഥ നയിച്ചുകൊണ്ടിരിക്കുന്ന ഗോവിന്ദൻ മാഷിനോട് പത്രക്കാർ ഈ ചോദ്യങ്ങൾ ചോദിച്ചു. ഗോവിന്ദൻ മാഷ് പറഞ്ഞു, സഖാവ് എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ആ സഹപ്രവർത്തകൻ എന്ന് അർത്ഥമാക്കുന്ന കാര്യത്തിൽ എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്നറിയില്ല, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുക്കം ഉമർ ഫൈസി ഇത്തരമൊരു പരാമർശം നടത്തിയത് മുസ്ലിം ലീഗിൻ്റെ അതിശക്തമായ സൈബർ ആക്രമണവും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പരാമർശങ്ങളും അധിക്ഷേപങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയും അല്ലാതെയും ഉണ്ടായിട്ടുണ്ട്. വലിയ സമ്മർദ്ദം അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ, സാദിഖ് അലി തങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ നേരിട്ടിരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു സമസ്തയുടെ വേദിയിൽ തന്നെ ഇതിനൊരു പരിഹാരമുണ്ടാക്കാവുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാണക്കാട് കുടുംബത്തെ പ്രകീർത്തിച്ചും അതോടൊപ്പം തന്നെ ഈ ഒരു CPM അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പ്രശ്നവും അവതരിപ്പിക്കുന്നിടത്താണ് അദ്ദേഹം ഈ ഒരു പരാമർശം നടത്തിയത്. അതായത് ഇദ്ദേഹത്തെ ഒരു സഖാവ് എന്നുള്ള രീതിയിലാണ് മുസ്ലിം ലീഗിൻ്റെ അനുയായികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത്. മുക്കം ഉമർ ഫൈസി ഒരു സഖാവാണ് എന്നുള്ള രീതിയിൽ പോലും അവർ പ്രചരണം നടത്തി. എന്നാൽ അതിൽ നിന്നുള്ള കൗണ്ടറുകൾ സമസ്തയുടെ അനുയായികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ ഈ ഒരു പരാമർശം, ഒരു മുസ്ലിമായ ആൾക്ക് സഖാവാകാൻ പറ്റുമോ എന്നുള്ള ഒരു പരാമർശം, അതാണ് വിവാദമായത്. എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുക്കം ഉമർ ഫൈസി ഉദ്ദേശിച്ചിട്ടുള്ളത് മുസ്ലിമായ ഒരാൾക്ക്, അദ്ദേഹം മുസ്ലിം എന്നല്ല, ഒന്നും കൂടി അതിന് കടുത്ത് വിശ്വാസിയായ ഒരാൾക്ക്, അതായത് മുഅ്മിനായ ഒരാൾക്ക് സഖാവാകാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുസ്ലിമായ ഒരാൾക്ക് CPM-ൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നല്ല. അതായത് മുഅ്മിനായ വിശ്വാസിയായ പരിപൂർണമായ ഒരാൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. വാക്ക് അദ്ദേഹം പറഞ്ഞതും പ്രചരിപ്പിക്കപ്പെട്ടതും അദ്ദേഹം ഉദ്ദേശിച്ചതുമായ കാര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം CPM എന്നുള്ളത് പാർലമെൻ്ററി തെരഞ്ഞെടുപ്പുകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ CPM-ൽ വലിയൊരു ശതമാനം മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമസ്തയിലടക്കം അല്ലെങ്കിൽ മറ്റുള്ള മുസ്ലിം സംഘടനകളിൽ AP വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ CPM-ൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ഇസ്ലാമിൽ നിന്നും മുസ്ലിമിൽ നിന്നും പുറത്തു പോകുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരും. അതല്ല അദ്ദേഹം ഉദ്ദേശിക്കുക. കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത്, ഒരു കമ്മ്യൂണിസം എന്നുള്ളത്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്നുള്ളത് അത് മതാതീതമാണ്, ദൈവത്തിനതീതമാണ്, അത് മതനിരാസമാണ്, ദൈവനിരാസമാണ്, ദൈവനിഷേധമാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് പ്രചരിപ്പിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മതമാണ്. അഥവാ ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത്. ഈ ഒരു ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് മതനിരാസം പ്രചരിപ്പിക്കുന്ന കമ്മ്യൂണിസം സ്വീകരിക്കാൻ കഴിയില്ല. ഇത് രണ്ടും ഒന്നിച്ചു പോവുകയില്ല എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ലാതെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന, രാഷ്ട്രീയ രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല എങ്കിൽ
അതിനേക്കാൾ അപകടകരമാണ് മുക്കം ഉമർ ഫൈസി പറഞ്ഞിട്ടുള്ള കാര്യം. കാരണം CPM പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല ഒരു മുസ്ലിമിന് എന്ന് കേരളത്തിൽ പറയുമ്പോൾ, സമസ്തക്ക് കീഴിലുള്ള അല്ലെങ്കിൽ സമസ്തക്ക് കീഴിൽ നിരവധി സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പള്ളികളും ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് സമസ്തയുടെ ആളുകൾ മുൻകൈ എടുത്തുകൊണ്ട്. ഇതിനിടയിൽ മുക്കം ഉമർ ഫൈസി പോലും CPMന്റെ വേദികളിലടക്കം പോവുകയും സംസാരിക്കുകയും ഒക്കെ പ്രസംഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു വിശ്വാസിക്ക് സാധ്യമാകുമോ എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരും. അതല്ലാതെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ മാലിന്യ സംവിധാനം അടക്കം, നിക്കാഹ് അടക്കം, അല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാമിക സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന മുസ്ലിം സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ ഇത്തരം CPMകാരായ മുസ്ലിങ്ങളെ ഏത് രീതിയിൽ ഉൾക്കൊള്ളിക്കുന്നുവെന്നും ഒരു വിശ്വാസിക്ക് പറ്റാത്ത ഒരു കാര്യത്തിലേക്ക് പോയ ആളുകളെ എങ്ങനെ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ള വലിയ പ്രശ്നം ഉയർന്നു വരും. അപ്പോൾ മുക്കം ഉമർ ഫൈസി ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ആശയം പേറാൻ കഴിയില്ല എന്നും CPM എന്നുള്ള കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് കാര്യമല്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരമ്പരാഗതമായിട്ട് മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ ഇസ്ലാമിക സംഘടനകളോ കേരളത്തിലുള്ള എല്ലാ വിഭാഗം സംഘടനകളും CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു രീതിയിലും മുസ്ലിമിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. ഇനി ഈ ഒരു വിഷയത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത്, ഇതിനെ ഏറ്റവും കൂടുതൽ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. അഥവാ മുക്കം ഉമർ ഫൈസിയായ CPMനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും പറയുന്നത് മുസ്ലിമായ ആളുകൾക്ക് CPMൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് മുസ്ലിം ലീഗിന്റെ അനുയായികളിൽ നിന്നുണ്ടാകുന്നത്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏതായാലും സമസ്തയുമായി ബന്ധപ്പെട്ട 100ാം വാർഷിക സമ്മേളനം വളരെ വലിയ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും മുക്കം ഉമർ ഫൈസിയും അല്ലെങ്കിൽ സമസ്തയും മുസ്ലിം ലീഗും സാദിഖ് അലി തങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന വിഷയങ്ങൾ അവിടെ അങ്ങനെ കത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ അവസാന നിമിഷ സമ്മേളനത്തിലേക്ക് കടക്കുമ്പോഴും അവിടെ സംഭവിക്കുന്നുള്ള കാര്യം.